ഹലോ, എല്ലാവർക്കും ഫുഡ് ഫേസ്റ്റയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കോക്കനട്ട് ടീ കേക്ക് ആണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്യുക. സോ ഞാനിവിടെ നീളത്തിലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള കേക്ക് ടിൻ എടുക്കാം. അപ്പോൾ അത് നമ്മൾ ഗ്രീസ് ചെയ്യുക. അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ അവൻ പ്രീ ഹീറ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ അവൻ 180°C 15 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കൊന്നും ഒട്ടിപ്പിടിക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് ബേക്ക് ആയതിനു ശേഷം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ബാക്കി വരുന്ന പൊടി നിങ്ങൾ കളയുക, ടിന്നിൽ വെക്കരുത്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ, ഇതിന് നീളത്തിലുള്ള ടിന്നായതുകൊണ്ട് ഞാനിങ്ങനെ ട്രേസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മളുടെ കറക്റ്റ് നമുക്ക് ട്രേസ് ചെയ്ത് കിട്ടും. അത് നമ്മൾ ഒരു സിസ്റ്റർ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റി. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 250 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 നല്ല പഴുത്ത പഴം നന്നായിട്ട് മാഷ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മാഷ് ചെയ്ത പഴത്തിൽ നമ്മൾ 2 മുട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന എന്തും, ക്രീം ആവട്ടെ എഗ്ഗ് ആവട്ടെ, ഇതൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത്, ബട്ടർ എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 100 ml സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഒരു 125 ഗ്രാം സവർ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, എല്ലാ മെഷർമെൻറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാണ്. വാനില എസൻസ് ആഡ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി വാനില എസൻസ് ആഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇനി നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടി മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ബാക്കി വന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ബനാന മിക്സ്ചർ കൂടി ആഡ് ചെയ്യുക. നന്നായിട്ടൊരു മിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കേക്ക് ബാറ്റർ ആക്കി കഴിഞ്ഞ ഉടൻ തന്നെ അത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈവൻലി സ്പ്രെഡ് ചെയ്യുക. ഒരു കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കരുത്. ബാറ്റർ ഉണ്ടാക്കി അപ്പം തന്നെ നിങ്ങളത് ബേക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ ഞാൻ 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ ടൈം എടുത്തിട്ടുള്ളത്. സോ 45 മിനിറ്റിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി നമ്മുടെ കേക്ക്. അപ്പം ഞാൻ പുറത്തേക്ക് എടുത്തു. ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക്, നമ്മൾ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഇതിൻ്റെ വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിൽ ഒന്നും തന്നെ സ്റ്റിക്കായിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തു. ഇതൊരു 45 തൊട്ട് 1 മണിക്കൂർ വരെ ടൈം എടുക്കും. ഇത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. ചായയുടെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. നന്ദി.